വ്യാപാരികളുടെ നിസ്സഹകരണം കൂലി വർധനവ് ആവശ്യപ്പെട്ട് അടുക്കുമറുപ്പ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. നവംബർ 30-ന് അവസാനിച്ച കൂലി അഗ്രിമെന്റ് 2 മാസം പിന്നിട്ടിട്ടും പുനഃപരിശോധിക്കാൻ തയ്യാറാകാത്ത വ്യാപാരികളുടെ നിഷേധാത്മക നിലപാടിനെതിരെയാണ് സമരം സംഘടിപ്പിക്കുന്നത്. മലബാറിലെ ഏറ്റവും പുരാതനവും വലുതുമായ വാണിജ്യ കേന്ദ്രമായ കോഴിക്കോട് വലിയങ്ങാടിയിലെ ചരക്ക് കയറ്റിറക്ക് മേഖലയിലെ അടുക്കുമറിപ്പ് തൊഴിലാളികളുടെ കൂലി വർധനവ് ആവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി അനിശ്ചിതകാല സമരത്തിലേക്ക്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ അവസാനിച്ച കൂലിക്കരാർ പുതുക്കാൻ കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിനും വ്യാപാരികൾക്കും തൊഴിലാളി യൂണിയനുകൾ ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ടും വ്യാപാരി സംഘടനകൾ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭരംഗത്തേക്ക് ഇറങ്ങുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഡിമാൻഡ് നോട്ടീസ് കഴിഞ്ഞിട്ട് 4 മാസത്തോളം കഴിഞ്ഞു. അതിന് ശേഷം മുന്നേ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കൊടുത്ത ഇതിൽ തന്നെ ഞങ്ങൾ ബോർഡിൽപ്പെട്ട തൊഴിലാളികളാണ്. ആ ക്ഷേമനിധി ബോർഡിൽപ്പെട്ട തൊഴിലാളികൾ അധികൃതർക്ക് കത്ത് കൊടുത്ത്, അതായത് ഇവിടുത്തെ വ്യാപാരി പ്രതിനിധികൾക്ക് കത്ത് കൊടുത്ത് ആ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തുകൊണ്ട് ബോർഡ് വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ച സമയത്ത് ഒരു ചർച്ചയ്ക്ക് ഫസ്റ്റ് വിളിച്ചു, അതിലും പങ്കെടുത്തില്ല. രണ്ടാമത്തേലും വന്നു, രണ്ടാമത്തെ ചർച്ചയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിലും പങ്കെടുത്തില്ല. മൂന്നാമതും വിളിച്ചിട്ടും വന്നിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു നിസ്സംഗത കാട്ടുന്ന ഒരു നിലപാടാണ് വ്യാപാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. 2021 അവസാനം നടന്ന ഡിമാൻഡ് ചർച്ചയിൽ കോവിഡ് പ്രതിസന്ധിയുടെ പേരിൽ നാമമാത്ര വർധനവ് മാത്രമാണ് നൽകിയത്. അടുത്ത ഡിമാൻഡ് കാലാവധി സമയത്ത് വർധനവ് പരിഗണിക്കാമെന്ന വ്യാപാര സംഘടനകളുടെ ആവശ്യം തൊഴിലാളി സംഘടനകൾ അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ കരാർ അവസാനിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും വ്യാപാര സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും മുഖം തിരിച്ചു നിൽക്കുന്നത് തൊഴിലാളികളെ പ്രയാസത്തിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പരിപൂർണ്ണ ഉത്തരവാദിത്തം ഫുഡ്ഗ്രെയിൻസിനാണ്. അപ്പോൾ ഇതിനെ വലിച്ചഴിച്ച് സമരത്തിലേക്ക് കൊണ്ടുപോയത് വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ മുഖവിലേക്ക് എടുത്തില്ല. എന്തായാലും DLOൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. DLOക്കും ALOക്കും കൊടുത്തിട്ടുണ്ട്, ക്ഷേമ ബോർഡിന് കൊടുത്തിട്ടുണ്ട്, പല അസോസിയേഷനുകൾക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എത്രത്തോളം ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും ഇത് സമരത്തിലേക്ക്, കാരണം ഇന്നത്തെ ചൂടും ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മുഴുവൻ തൊഴിലാളികളും ശക്തമായ തയ്യാറെടുപ്പിലാണ്. സമരമാണെങ്കിൽ സമരം തന്നെ വേണമെന്നില്ല. കാരണം ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഫുഡ്ഗ്രെയിൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിരൂക്ഷമായ വിലക്കയറ്റവും അവശ്യ സാധനങ്ങൾക്കുണ്ടായ വില വർധനവും മൂലം ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ വലിയ പ്രയാസമാണ് നേരിടുന്നത്. ഈ ഘട്ടത്തിലാണ് വലിയങ്ങാടിയിലെ CITU, SDU, AITUC, INTUC, SLAMTU എന്നിവരടങ്ങിയ കോർഡിനേഷൻ കമ്മിറ്റി അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.